നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹിസ്റ്റോറിക്കൽ ടൂറിസം ഫസ്റ്റ് സെമ്മിലെ ഓപ്പൺ കോഴ്സ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിന്റെ ബാക്കി ഭാഗമാണ്. അപ്പം മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓൾമോസ്റ്റ് പകുതി ഭാഗത്തോളം കവർ ചെയ്തിരുന്നു. ഇത് ബാക്കി ആ ക്രാഷ് കോഴ്സിന്റെ ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം എക്സാം അടുത്ത് വരുന്നു. നിങ്ങൾക്ക് ഈ രണ്ട് വീഡിയോ പ്രയോജനകരമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ബാക്കി ഭാഗത്തിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് യൂണിറ്റ് കേരളത്തിലെ ചരിത്ര പ്രധാന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ്, ഹിസ്റ്റോറിക്കൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ്. നമ്മൾ മുന്നത്തെ പാഠത്തിൽ യൂണിറ്റിൽ പഠിച്ചത് നമ്മുടെ ഇന്ത്യയിലെയാണ് നോക്കിയിരുന്നത്, ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ്. ഇപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് കേരളത്തിലെയാണ് കേട്ടോ. ആ യൂണിറ്റിൽ കേരളത്തിലെ ചരിത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എടക്കൽ കേവ്സ് ആണ്. നമുക്കെല്ലാം അറിയുന്ന, നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് അറിയാവുന്ന ടൂറിസ്റ്റ് പ്ലേസുകളാണ് ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇടക്കൽ കേവ്സ് ആണ്. നമുക്കറിയാം അത് വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പുരാതന കാലത്തെ ശിലാചിത്രങ്ങളൊക്കെ അവിടെ ഇടക്കൽ കേവ്സിൽ ഉണ്ട്. ഇതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രാചീന കാലത്ത് അവരുടെ മനുഷ്യരൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു എന്നുള്ളതിന്റെ ഒക്കെ ഒരു തെളിവ്, അതിൽ ഒരു ഇമ്പോർട്ടന്റ് ആർക്കിയോളജിക്കൽ സൈറ്റ് ആണ് നമ്മുടെ കേരളത്തില് അത് നോക്കുമ്പോൾ ഇടക്കൽ കേവ്സ്. അപ്പൊ പുരാതന കാലത്ത് മനുഷ്യരുടെ ജീവിതത്തിന്റെ തെളിവ് കേരളത്തിലുള്ളത് ഇടക്കൽ കേവ്സിലാണ്. അവിടെയാണ് ഈ ഒരു ശിലാചിത്രങ്ങളൊക്കെ ധാരാളം ഉണ്ട്, പോയവർക്ക് അറിയാൻ പറ്റും. അപ്പം അതാണ് ഒരു ആർക്കിയോളജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സൈറ്റ് നമ്മുടെ കേരളത്തിൽ, ഇടക്കൽ കേവ്സ്, വയനാട്. രണ്ടാമത് പത്മനാഭ സ്വാമി രണ്ടാമത്തെ സ്ഥലമാണ് പത്മനാഭപുരം കൊട്ടാരം. തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതില് ട്രാവൻകൂർ രാജാക്കന്മാരാണ് ആ ഒരു പാലസ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ അതില് വുഡൻ ഒരു മരത്തിന്റെയാണ്, ഫുള്ള് മരം കൊണ്ടാണ്, അധികവും മരത്താലാണ് ആ ഒരു കൊട്ടാരം നിർമ്മിച്ചിട്ടിരിക്കുന്നത്. അതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള ശൈലിയിലുള്ള, നമ്മുടെ കേരളത്തിലെ വാസ്തുവിദ്യ പ്രകാരമാണ് അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ആ ഒരു പാലസ്. അതായത് നമ്മുടെ രാജവംശമൊക്കെ ചരിത്രമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാലസിൽ അതിലൊരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പം രണ്ടാമത്തത് പത്മനാഭപുരം കൊട്ടാരം, തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ. മൂന്നാമത്തത് ബേക്കൽ ഫോർട്ട്. അതും കേരളത്തിലെ മറ്റൊരു ഏറ്റവും വലിയൊരു കോട്ട ആണ്. അത് നമ്മുടെ കടൽ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അതൊരു സൈനിക ചരിത്രമുണ്ട്. നമുക്ക് അറിയാം എന്തുകൊണ്ടാണ് ബേക്കൽ ഫോർട്ടിന്റെ ആ ഒരു ഇതൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ കൂടുതൽ അതിലേക്ക് പോകണ്ട, സൈനിക ചരിത്രമുണ്ട്, അതാണ് അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് മനസ്സിലാക്കുക. ഒരു മെയിൻ ഹിസ്റ്റോറിക്കൽ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ്. മറ്റൊന്നാണ് പാലക്കാട് കോട്ട. ഇത് നിർമ്മിച്ചത് ആരാണ്? ഹൈദരാലിയാണ് നിർമ്മിച്ചത്. അതായത് ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ടതാണ് ആ ഒരു പാലക്കാട് കോട്ട. അതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈസൂർ അധിനിവേശത്തിന്റെ സമയത്ത് അവിടെ സൈനിക കേന്ദ്രം അവിടെയാണ്. ചരിത്രം പറയുമ്പോൾ സൈനിക കേന്ദ്രം അവിടെയായിരുന്നു, പാലക്കാടായിരുന്നു എന്നാണ് പറയുന്നത്. 5 നമ്മുടെ ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഏതൊക്കെയാണെന്നാണ്. അതായത് നമുക്ക് ഒരുപാട് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഉണ്ട് അല്ലെ. അത് ആണ് അവിടെയാണ് പഴയ മുസിരീസ് തുറമുഖം എന്നാണ് കരുതുന്നത്, അതായത് പട്ടണം. അവിടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ റോമൻ വ്യാപാരങ്ങളില്ലേ പണ്ടുകാലത്തെ, അവിടെ വ്യാപാര ബന്ധങ്ങൾ, അതായത് ഇന്റർനാഷണൽ ഒരു എന്താ പറയാ നമ്മുടെ അന്താരാഷ്ട്ര വ്യാപാര ചരിത്രം എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ്സിൽ വരുമ്പോൾ പട്ടണം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ളത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ ഒരുപാട് ശവസംസ്കാര കേന്ദ്രങ്ങളുണ്ട്, ബ്യൂറിയൽ സൈറ്റ്സ് ഉണ്ട്. അതായത് വയനാട് നമ്മൾ നോക്കുകയാണെങ്കിൽ മെഗാലിതിക് ശവക്കല്ലകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ആർക്കിയോളജിക്കൽ അതുപോലെ തന്നെ എയ്യാൽ ആൻഡ് ചോവന്നൂർ തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പം അവിടെയൊക്കെ എന്താന്ന് പറഞ്ഞാൽ പ്രാചീന സംസ്കാരത്തിന്റെ തെളിവുകൾ നമുക്ക് അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ ശവസംസ്കാര രീതികളൊക്കെ മനസ്സിലാക്കാനും അവിടെയുള്ള ആ ഒരു ശവസംസ്കാര കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് എയ്യാലും ചോവന്നൂരും ഒക്കെ തൃശ്ശൂർ ജില്ലയിലെ ഈ 2 സ്ഥലങ്ങളും, അതുപോലെ തന്നെ വയനാട്ടിലെ മെഗാലിതിക് ശവക്കല്ലുകളൊക്കെ നമ്മുടെ പണ്ട് കാലത്തെ പ്രാചീന സംസ്കാരത്തിന്റെ തെളിവുകളായിട്ട് ഈ ഒരു ശവസംസ്കാര രീതികളെയൊക്കെ പറ്റി പഠിക്കാനില്ലേ, അതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സഹായിച്ചിട്ടുണ്ട്. ഇനി മറ്റൊന്നാണ് തുഞ്ചൻ പറമ്പ് അറിയാം, മലപ്പുറം ജില്ലയിലാണ്. അപ്പം തുഞ്ചത്ത് എഴുത്തച്ഛന്റെ ജന്മസ്ഥലമായിട്ടാണ് തുഞ്ചൻ പറമ്പ് അറിയുന്നത്. അതായത് നമ്മുടെ മലയാള ഭാഷയുടെ പിതാവാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്ന് അറിയാം അല്ലെ. അപ്പം അതൊരു
സാഹിത്യ സാംസ്കാരിക കേന്ദ്രമായിട്ടാണ് അറിയുന്നത്. തുഞ്ചത്ത് തുഞ്ചൻ പറമ്പ് എന്നുള്ളത് കേട്ടോ, അത് മറക്കരുത്. ഇനി അതാണ് യൂണിറ്റ് 1 ഇത്രയുമാണ് വരുന്നത്. ഇനി യൂണിറ്റ് 2 വരികയാണെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ പുണ്യഭൂഗോളം, ജിയോഗ്രഫി, അതായത് മതപരമായിട്ട് പ്രാധാന്യമുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് റിലീജിയൻ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ആണ് ശബരിമല. ശബരിമല നമുക്കറിയാം, അത് അയ്യപ്പ സ്വാമിക്ക് വേണ്ടി സമർപ്പിച്ചതാണ്. ഒരു ലോകപ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അത് ഒരു മതസൗഹാർദ്ദത്തിന്റെ ഉദാഹരണമായിട്ട് നമുക്ക് ശബരിമല പറയാം. രണ്ടാമത്തത് ചേരമാൻ ജുമാ മസ്ജിദ്. അത് അവിടെയുള്ളത് ഇന്ത്യയിലെ ഒരു ആദ്യത്തെ പള്ളിയായിട്ടാണ് ചേരമാൻ ജുമാ മസ്ജിദ് വരുന്നത്. അതും നമ്മുടെ പറഞ്ഞ പോലെ സൗഹാർദ്ദത്തിന്റെ ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ അറബ് വ്യാപാരങ്ങൾ, ട്രേഡിനൊക്കെ ഒരു ബന്ധം എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ ചേരമാൻ ജുമാ മസ്ജിദ് കൊണ്ട് ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് പറയാം. മറ്റൊന്ന് മലയാറ്റൂർ പള്ളി. അത് മലയാറ്റൂർ സെന്റ് തോമസുമായിട്ട് ബന്ധപ്പെട്ടതാണ് മലയാറ്റൂർ പള്ളി എന്ന് പറയുന്നത്. മലയാറ്റൂർ മലകയറ്റമൊക്കെ വലിയ ഒരു അവിടുത്തെ തീർത്ഥാടന കേന്ദ്രത്തിലെ വലിയൊരു ആചാരമാണ്. അതുപോലെ ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമാണ്, ഒരു ആത്മീയ കേന്ദ്രമാണ് കേട്ടോ. മറ്റൊന്നാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. അത് വ്യത്യസ്തമായ നമ്മുടെ ആരാധന രീതികൾ കൊണ്ടാണ് വ്യത്യസ്തമായിട്ടുള്ളത്. തെയ്യം നമ്മുടെ കണ്ണൂർ ജില്ലകളിലും വടക്കൻ പ്രദേശങ്ങളിലെ കൂടുതൽ കാണുന്നതാണ് തെയ്യം. അതായത് ജാതിയോ അവിടെ വ്യത്യാസമൊന്നും ഇല്ലാതെ എല്ലാവർക്കും ആരാധന നടത്താവുന്നത് ഒരു സ്ഥലമാണ് നമ്മളുടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. മറ്റൊന്നാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. അതായത് ഭദ്രകാളിയുമായി ബന്ധപ്പെട്ടതാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. ഒരുപാട് ഇപ്പൊ നമ്മളുടെ ഇന്റർനാഷണൽ ടൂറിസത്തിന്റെ ഒക്കെ ആ ഒരു ഇതിലേക്ക് ഈ ഒരു നമ്മളുടെ ഈ ഒരു കൊടുങ്ങല്ലൂർ ഭരണി, അതുപോലെ തന്നെ തെയ്യം ഒക്കെ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാം. നമുക്ക് എസ്റ്റേ ടൈപ്പോ ഷോർട്ട് എസ്റ്റേ ടൈപ്പോ ഒക്കെ വരുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. നമ്മൾ ഒരുപാട് കേരള ടൂറിസത്തിലാണെങ്കിലും ഇന്ത്യൻ ടൂറിസത്തിലാണെങ്കിലും ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൾച്ചറൽ ബേസ് ചെയ്തിട്ട് ഈ ഒരു തെയ്യം സീസൺ, അതുപോലെ തന്നെ നമ്മുടെ കൊടുങ്ങല്ലൂർ ഭരണി, ആ സമയത്തൊക്കെ ഇതൊക്കെ ആ ഒരു കൾച്ചർ ഫോക്കസ് ചെയ്തിട്ട് വേൾഡ് വൈഡ് ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ മാക്സിമം ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് ഒത്തിരി ഇന്റർനാഷണൽ ടൂറിസ്റ്റുകളെ അത് താല്പര്യപ്പെടുന്നു. അതിനുവേണ്ടി പഠിക്കുന്നവരും അതറിയാൻ കൗതുകമുള്ളവരൊക്കെ ഒരുപാട് പേര് അത് കാണാനൊക്കെ നാട്ടിലെത്തുന്നുണ്ട് എന്നുള്ളത് അത് വേണമെങ്കിൽ നമുക്കൊന്ന് നോട്ടീസ് ചെയ്ത് എഴുതാം കേട്ടോ. നമുക്കൊരു ഒരു കാര്യം ഞാൻ കൂടിച്ചേർക്കുകയാണ്. നമുക്ക് ടൂറിസത്തില് ഇങ്ങനെ കാര്യങ്ങൾ എഴുതുമ്പോൾ നമ്മൾ ഇന്റർനാഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും ടൂറിസം റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊമോഷൻസും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. അതൊക്കെ ഒരു ബെനിഫിറ്റ് ആണല്ലോ. അപ്പൊ നമ്മളുടെ കേരള ടൂറിസം ആണെങ്കിലും ഇപ്പം ഇന്ത്യൻ ടൂറിസം ആണെങ്കിലും വേൾഡ് വൈഡ് ലെവലില് ഒരുപാട് പ്രൊമോഷൻസിലൂടെയൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ നമ്മളുടെ നാട്ടിലേക്ക് വരികയും അത് എന്താ പറയാ, നമുക്കുള്ള ആ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിനാൻഷ്യലി ആണെങ്കിലും നമ്മളുടെ മൊത്തത്തിൽ നമ്മളുടെ ഒരു ലൈഫിനെ അത് ഒരുപാട് നല്ല കാര്യങ്ങൾ, പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കൂട്ടിച്ചേർക്കാം. ഓക്കെ. ഇനി ഇപ്പം കൊടുങ്ങല്ലൂർ ഭഗവതി വരുമ്പോൾ ഭദ്രകാളിയുമായി ബന്ധപ്പെട്ടതാണ് ഭരണി ഉത്സവം. കൊടുങ്ങല്ലൂർ ഭരണിയാണ് അവിടുത്തെ പ്രധാനപ്പെട്ടത്. നാട്ടുചടങ്ങുകളൊക്കെ അവിടെയുള്ള നാട്ടിലെ ആ ചടങ്ങുകളൊക്കെയാണ്. അത് കാണാൻ വേണ്ടി ഒത്തിരി പേരൊക്കെ വരാറുണ്ട്. നമ്മുടെ നാടുകളിൽ നിന്നും പുറം നാടുകളിൽ നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട്. അപ്പം നമ്മുടെ ചരിത്ര പ്രധാനമായ സ്ഥലങ്ങളാണ് എടയ്ക്കല്, ബേക്കൽ, പട്ടണം, ശവസംസ്കാര രീതികൾ എന്നൊക്കെ ഉള്ളത്. അപ്പം എടയ്ക്കൽ എന്ന് പറഞ്ഞാൽ പുരാതനമായിട്ടുള്ള ചിത്രങ്ങളുണ്ട്. ബേക്കൽ ഏറ്റവും വലിയ കോട്ടയാണ്. പട്ടണം എന്ന് പറഞ്ഞ സ്ഥലത്ത് മുസിരീസ് തുറമുഖമായിരുന്നു, വ്യാപാര കേന്ദ്രമായിരുന്നു. പിന്നെ പുണ്യസ്ഥലങ്ങൾ വരുമ്പോൾ ശബരിമല, ചെരമാൻ പള്ളി, മലയാറ്റൂർ ക്ഷേത്രങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പൊ നമ്മളതിലേക്ക് കൂടുതൽ ആദ്യ മസ്ജിദ് എന്നുള്ളത് ചെരമാൻ പള്ളി എന്നുള്ളത് പറയാം. ചേരമാൻ പള്ളി പറയാം. മലയാറ്റൂർ ഒരു ക്രിസ്ത്യൻ കേന്ദ്രമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ഓൺ വേർഡ്സിൽ എഴുതാവുന്നതാണ് കേട്ടോ. ഈ ഒരു കാര്യങ്ങളൊന്ന് മനസ്സിൽ ഓർക്കുക എന്നുള്ളതാണ്. അപ്പം ഇത്രയുമാണ് ബാക്കിയുള്ള ഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ഈ 2 വീഡിയോകളും നല്ല രീതിയിൽ നിങ്ങൾക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമ്മൾക്ക് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ മെയിൻ കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ അതിന്റെ സ്ഥലം എവിടെയാണ്, അതിന്റെ പ്രാധാന്യം എന്താണ്, അങ്ങനെയാണ് ഇപ്പൊ ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ആ സ്ഥലം, അതിന്റെ പ്രാധാന്യം, ബാക്കി നിങ്ങൾ ഇലാബറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാം. പൊതുവെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ചുറ്റുമുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും സ്ഥലവും ആ പേരും അതുപോലെ തന്നെ പ്രാധാന്യം എഴുതുമ്പോഴും അതൊരിക്കലും തെറ്റിക്കരുത്. ബാക്കി കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അത് യോജിപ്പിച്ച് എഴുതാവുന്നതേ ഉള്ളൂ. ഒരിക്കലും മെയിൻ ആയിട്ടുള്ള നമ്മളുടെ ബ്ലോക്കുകൾ എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. വളരെ ചുരുക്കി
സമയമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നാണ് പോയത്. പക്ഷെ ഒട്ടും പേടിക്കണ്ട, നമ്മൾ അതിൽ ക്വസ്റ്റ്യൻ ആൻസറുകളും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആ ഒരു പേപ്പർ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഫസ്റ്റ് ബ്ലോക്ക് വൈസ് ആണ് ഞാൻ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും പറയുന്നത്. ഫസ്റ്റ് ബ്ലോക്കിലെ ഇൻട്രൊഡക്ഷൻ ടു ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിലാണ് ഷോർട്ട് ആൻസർ, അതായത് 2-3 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് വരാവുന്നത്. ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്താണെന്നാണ്. അപ്പം എന്താണ്? ചരിത്ര പ്രധാനമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന ടൂറിസമാണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം. ചരിത്ര പ്രധാനം. ടൂറിസം എന്നത് വിനോദവും വിശ്രമവും അതുപോലെ തന്നെ അറിവ് എന്നിവയ്ക്കായിട്ട് ആളുകൾ നടത്തുന്ന യാത്രയാണ് ടൂറിസം എന്ന് പറയുന്നത്. ഇനി ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിന്റെ സാമ്പത്തിക പ്രാധാന്യം എന്താണ്? നമുക്ക് ഇൻകം വർദ്ധിക്കുന്നു, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു, നമ്മളുടെ ആ ഏരിയയുടെ വികസനങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ. ഇനി ASI എന്നത് എന്താണ്? ASI എന്താണ്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ പുരാവസ്തു സംരക്ഷണ സ്ഥാപനമാണ് ASI, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഇനി യുനെസ്കോ എന്താണ്? യുനെസ്കോ എന്ന് പറഞ്ഞാൽ ലോക പൈതൃക സംരക്ഷണ സംഘടനയാണ് കേട്ടോ. അത് നോക്കുക. ഇനി ഒരു എസ്സേ ടൈപ്പ് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിന്റെ പ്രാധാന്യം വിശദീകരിക്കുക. കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ്, അത് നമ്മൾ നോക്കിയാൽ മതി. അതായത് ചരിത്രബോധം, ഹിസ്റ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നു. നമ്മുടെ കൾച്ചറും ഒക്കെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നു. കൂടുതൽ സാമ്പത്തിക വളർച്ച, ജോലി സാധ്യതകൾ ഉണ്ടാവുന്നു, ഇൻകം കിട്ടുന്നു. പിന്നെ ഒബിയസ്ലി ടൂറിസം മേഖലയ്ക്കും വളർച്ച ഉണ്ടാവുന്നു. ഇനി ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ്, അതായത് ASI യുനെസ്കോയുടെ പങ്ക് എന്താണെന്ന്, ഹിസ്റ്റോറിക്കൽ സൈറ്റ്സിന്റെ സംരക്ഷണത്തിന്. ASI ഇന്ത്യയിലെ നമ്മുടെ സ്മാരകങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നു. യുനെസ്കോ എന്ന് പറയുന്നത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഏതൊക്കെയാണെന്ന് പ്രഖ്യാപിക്കുന്നു. അതുപോലെ തന്നെ അതിന്റെ കൺസർവേഷനൊക്കെ, അതിന്റെ സംരക്ഷിക്കുന്നതിനൊക്കെ പ്രോഗ്രാംസ് ഒക്കെ നടപ്പാക്കുന്നു. ഇനി ബ്ലോക്ക് 2 വരികയാണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ട്രാവലോഗ് എന്താണെന്ന്. ട്രാവലോഗ് എന്തായിരുന്നു? നമ്മളുടെ യാത്രയുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്തുന്നതാണ്. ഇതിനെയാണ്, ആ ഒരു രേഖയാണ് നമ്മൾ ട്രാവലോഗ് എന്ന് പറയുന്നത്. ട്രാവലോഗിന്റെ പ്രാധാന്യം എന്താണ്? ചരിത്രം പുനർനിർമ്മിക്കാൻ സഹായിക്കുന്ന, സാമ്രാജ്യങ്ങളുടെ അതിർത്തികൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഓക്കെ. ഇനി മെഗാസ്തനസ് ആരാണ്? അദ്ദേഹം ആരായിരുന്നു? ചന്ദ്രഗുപ്ത മൗര്യന്റെ കോടതിയിൽ വന്നൊരു ഗ്രീക്ക് ദൂതനാണ്. ഇനി ഇബനു ബത്തുത്തു ആരായിരുന്നു? ഇത് മധ്യകാലത്തുള്ള ഒരു പ്രമുഖ യാത്രികനായിരുന്നു അദ്ദേഹം. ഇനി ഹ്യൂൻ ടാസാങ് ആരായിരുന്നു? അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചൊരു ചൈനീസ് സന്യാസിയാണ്. ഇനി എസ്സേ ക്വസ്റ്റ്യൻ നമുക്ക് വരാവുന്നത് ട്രാവലോഗിന്റെ ചരിത്ര പ്രാധാന്യം എന്താണെന്ന്. നമ്മുടെ സോഷ്യൽ ലൈഫിനെ പറ്റി വിവരിക്കുന്നു. നമ്മുടെ ഭരണ സംവിധാനങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. ആ സമയത്തെ സാമ്പത്തിക സാഹചര്യങ്ങൾ ഒക്കെ വിശദമാക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി മറ്റൊരു എസ്സേ ക്വസ്റ്റ്യൻ വരുന്നത് ഫോറിൻ ട്രാവലേഴ്സിന്റെ വിവരങ്ങൾ വിശദീകരിക്കുക. ആൻഷ്യൻ, മിഡീവൽ, മോഡേൺ പീരീഡിൽ നമ്മൾ കൃത്യമായി എടുത്തിട്ടുണ്ട്, അതൊന്ന് വിവരിക്കുക എന്നുള്ളതാണ്. ഇനി ടൂറിസം ഡെസ്റ്റിനേഷൻസ് ഇൻ ഇന്ത്യ, ആ ബ്ലോക്കിലെ 3rd ബ്ലോക്കിലെയാണ്. ഫസ്റ്റ് അമൃത്സറിന്റെ പ്രാധാന്യം എന്താണ്? പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലെ. അതായത് ഗോൾഡൻ ടെമ്പിൾ ആണ്, പഞ്ചാബിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബോധ്ഗയ എന്തുകൊണ്ട് പ്രശസ്തമാണ്? ബുദ്ധൻ ജ്ഞാനം നേടിയ സ്ഥലം എന്നുള്ളത് കൊണ്ടാണ് ബോധ്ഗയ പ്രശസ്തമായത്. താജ്മഹലിന്റെ പ്രാധാന്യം, അതൊരു ലോക പൈതൃക സ്മാരകമാണ്, വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലുള്ളതാണ് കേട്ടോ. ഹംപി എന്താണ്? ഹംപിയില് നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ടാണ് ഹംപി പറയപ്പെടുന്നത്. അതിലൊരു എസ്സേ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് റിലീജിയസ് ഡെസ്റ്റിനേഷൻസ് വിവരിക്കുക. റിലീജിയസ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസ്, അതിൽ അമൃത്സർ വേണമെങ്കിൽ ഉൾപ്പെടുത്താം, നിങ്ങൾക്ക് തിരുപ്പതി ഉൾപ്പെടുത്താം, പൂരി, നമ്മൾ പറഞ്ഞതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉൾപ്പെടുത്താം കേട്ടോ. ഇനി ഹിസ്റ്റോറിക്കൽ ഡെസ്റ്റിനേഷൻസ് ഏതൊക്കെയാണ്? നമ്മളുടെ താജ്മഹൽ, ആഗ്ര, താജ്മഹൽ ഉണ്ടല്ലോ, റെഡ് ഫോർട്ട്, അതുപോലെ തന്നെ അജന്ത എല്ലോറ കേവ്സ്, ഇതൊക്കെ നമുക്ക് ചരിത്രപരമായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഡെസ്റ്റിനേഷനെ പറ്റി വിശദീകരിക്കാൻ പറയുമ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്താം. ഇനി ബ്ലോക്ക് 4 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഇൻ കേരള, അതിൽ വരുന്നതാണ് എടക്കൽ കേവ്സ്. എന്താണ് എടക്കൽ കേവ്സ്? എന്താണ്? ശിലാചിത്രങ്ങളുള്ള ഒരു ഗുഹയാണ് എടക്കൽ കേവ്സ്. ബേക്കൽ ഫോർട്ട് എന്തുകൊണ്ട് പ്രാധാന്യം ഉള്ളതാണ്? അതിൽ കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട. ഇനി ശബരിമലയുടെ പ്രാധാന്യം, അതൊരു വലിയ അയ്യപ്പ തീർത്ഥാടന കേന്ദ്രമാണ്. ചേരമാൻ മോസ്ക്, അത് ഇന്ത്യയിലെ ആദ്യത്തെ മസ്ജിദ് ആണ് കേട്ടോ. ഇനി എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് കേരളത്തിലെ ചരിത്ര കേന്ദ്രങ്ങൾ വിശദീകരിക്കുക. അതായത് എടക്കൽ കേവ്സ് പറയാം, ബേക്കൽ ഫോർട്ട്, പാലക്കാട് ഫോർട്ട്, പട്ടണം, ഇതെല്ലാം നിങ്ങൾക്ക് എഴുതാം. ഇനി സേക്രഡ് ജിയോഗ്രഫിയിൽ വരുന്നതാണ് ശബരിമലയും മലയാറ്റൂര്, കൊടുങ്ങല്ലൂർ ടെമ്പിളൊക്കെ നമുക്ക് എഴുതാം. അതായത് മതസൗഹാർദ്ദമൊക്കെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു ക്രാഷ് കോഴ്സിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ രണ്ട് വീഡിയോകളും വളരെ വിശദമായി പഠിച്ചു കഴിഞ്ഞാൽ 2-3 തവണ നിങ്ങൾ ആവർത്തി
തന്നെ നിങ്ങൾക്ക് അത് പെട്ടെന്ന് എഴുതാൻ പറ്റും. നിങ്ങളുടെ വേർഡ്സിൽ തന്നെ എഴുതാം എന്നുള്ളതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാവുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരിക്കലും തെറ്റായി എഴുതരുത്. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എഴുതാതിരിക്കുക. കാരണം നമ്മൾ അത് തെറ്റിക്കഴിഞ്ഞാൽ ബാക്കി നമ്മൾ എന്ത് എഴുതിയാലും പിന്നെ നോക്കില്ല. അപ്പൊ നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ, ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇപ്പം താജ്മഹലിനെ പറ്റി എഴുതുമ്പോൾ താജ്മഹലിന്റെ ബാക്കി കാര്യങ്ങൾ ആദ്യമേ തന്നെ താജ്മഹൽ എഴുതുന്നത് നിങ്ങൾ വേറൊരു സ്ഥലം, താജ്മഹൽ ആഗ്ര എന്നതിന് പകരം വേറൊരു സ്ഥലം എഴുതി കഴിഞ്ഞാൽ അത് അവിടെ തന്നെ പോയി. അപ്പൊ അതിന്റെ പ്രാധാന്യം, അതിന്റെ സ്ഥലം എവിടെയാണ് എന്താണെന്നുള്ളതൊക്കെ കൃത്യമായ അറിവുണ്ടെങ്കിൽ മാത്രം എഴുതുക. പിന്നെ ബാക്കി നമുക്ക് അറിയുന്ന പൊതുവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി നിങ്ങൾക്ക് എഴുതാനുള്ള ഒരു സ്വാതന്ത്ര്യം ഈ ഒരു പേപ്പറിലുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളുടെ എക്സാമിന് നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ. മറ്റൊരു